അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഇനീക്വാലിറ്റി പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞു, ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എപ്പോഴാണ് ഇവിടെ ഈക്വാലിറ്റി വരിക, എപ്പോഴാണ് ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആവുക എന്നുള്ള പ്രശ്നമാണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് കേസാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു ഡെഫിനിഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞാനതൊക്കെ പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. ഇതാണ് അടുത്തൊരു ഡെഫിനിഷൻ. ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകൾ, ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് അല്ല കേട്ടോ, ഇൻഡിപെൻഡൻസ് ഓഫ് സബ്സ്പേസുകളാണ് അവിടെ പറയുന്നത്. നിങ്ങൾ ആദ്യം ഇതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. ഞാൻ ഇവിടെ ഒരു വരയൊക്കെ വരച്ചിട്ട് ഇതിൻ്റെ താഴെ എക്സാമ്പിളൊക്കെ ആയിട്ട് വന്നിട്ട് ഇത് വിശദീകരിച്ച് തരാം. നിങ്ങൾ ചുമ്മാ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കുക, എന്താണ് എപ്പോഴാണ് ഇങ്ങനെ W1 എക്സെട്ര W എന്ന് പറഞ്ഞിട്ടുള്ള n സബ്സ്പേസുകൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാമെന്ന് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കൂ. ഞാൻ ഇവിടെ നന്നായിട്ട് വിശദീകരിച്ച് തരാം. ഇതൊന്ന് ചുമ്മാ വായിച്ചതിന് ശേഷം ഇവിടെ ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും, അതിനൊക്കെ ഉത്തരം പറയുമ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുള്ളൂ. ഇവിടെ ഞാൻ ആദ്യം R3-ലെ 3 സബ്സ്പേസുകൾ എടുത്തിട്ടുണ്ട്. W1 X ആക്സിസ്, W2 Y ആക്സിസ്, W3 Z ആക്സിസ്. എന്നിട്ട് ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ സബ്സ്പേസുകളിൽ നിന്നും ഓരോ വെക്ടേഴ്സ് വീതം എടുക്കാം അല്ലേ. ഈ W1 എന്ന് പറഞ്ഞാൽ ഈ സബ്സ്പേസിൽ എടുത്താണ്, W2 ഈ സബ്സ്പേസിൽ നിന്ന്, W3 ഈ സബ്സ്പേസിൽ നിന്ന്. എന്നിട്ട് നമ്മളെടുത്ത ആ വെക്ടേഴ്സ് 3 കൂട്ടുമ്പോൾ 0 വെക്ടർ കിട്ടണം. R3-ലെ 0 വെക്ടർ എന്നാണ് എന്താ ഒറിജിൻ നമുക്കറിയാം അല്ലേ, ആ ബ്രാക്കറ്റിൻ്റെ അകത്ത് 0,0,0 അല്ലേ. സോ നമ്മളിങ്ങനെ ഓരോ സബ്സ്പേസിൽ നിന്നും ഓരോ വെക്ടേഴ്സ് വീതം എടുത്തിട്ട് ആഡ് ചെയ്യുമ്പോൾ 0 വെക്ടർ കിട്ടണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ എടുക്കുന്ന W1-ഉം W2-ഉം W3 ഒക്കെ എന്തായിരിക്കും, ഏതായിരിക്കും? ഇത് നിങ്ങൾ വളരെ ഈസി ആയിട്ട് ഉത്തരം പറയും. കാരണം എന്താ, ഇതൊക്കെ സബ്സ്പേസുകളാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ 0 വെക്ടർ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ W1 ആയിട്ട് 0 വെക്ടർ എടുക്കുക, W8 അതും ഇവിടുന്ന് 0 വെക്ടർ എടുക്കുക, W3 ഒക്കെ 0 വെക്ടർ എടുക്കുക. കാരണം എന്താ, എല്ലാ സബ്സ്പേസിലും ഉണ്ട് R3-ൽ 0 വെക്ടർ ഉണ്ട്. സോ നിങ്ങൾ ഈസി ആയിട്ട് ഉത്തരം പറയും 0 + 0 + 0 = 0 അല്ലേ. W1-ഉം W2-ഉം W3 ഒക്കെ 0 വെക്ടർ ആയിട്ട് എടുത്താൽ മതി. ഇറ്റ്സ് എൻ ഈസി സൊല്യൂഷൻ, എ ട്രിവിയൽ സൊല്യൂഷൻ, ആർക്കും എപ്പോഴും പറയാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ ഇവിടെ ചോദ്യം മാറ്റട്ടെ. ഇനി ചോദ്യം ഇങ്ങനെയല്ലാതെ, ഇവിടെ ഇപ്പോൾ എല്ലാ സബ്സ്പേസും നമ്മൾ ചൂസ് ചെയ്ത് 0 വെക്ടർ ആയിട്ടാണ്. അങ്ങനെയല്ലാതെ ഏതെങ്കിലും ഒരു സബ്സ്പേസിനെങ്കിലും ഒരു നോൺ 0 വെക്ടർ ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ സം = 0 കിട്ടാൻ വല്ല വഴിയുണ്ടോ? നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇങ്ങനെ അല്ലാതെ ഒരു രീതിയിലും നമുക്ക് ഇവിടുന്ന് സബ്സ്പേസുകളിൽ നിന്നും ഇങ്ങനത്തെ വെക്ടേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ 0 വെക്ടർ കിട്ടുന്നില്ല. നിങ്ങൾക്ക് സം 0 വെക്ടർ കിട്ടണമെങ്കിൽ എല്ലാ സബ്സ്പേസിലും 0 വെക്ടറിനെ തന്നെ ചൂസ് ചെയ്യണം. അത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഞാൻ ഇവിടെ കാണിക്കാൻ, നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് ട്രൈ നോക്കും. ഇതൊരു ഈസി സ്റ്റെപ്പാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നമ്മളിപ്പോൾ എന്താ കാണിച്ചത്, ഈ 3 സബ്സ്പേസുകളിൽ നിന്നും ഓരോ വെക്ടേഴ്സ് വീതം എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് 0 വെക്ടർ കിട്ടണമെങ്കിൽ ഈ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. ഏതാണ് വഴി? നമ്മളെടുത്ത എല്ലാ വെക്ടേഴ്സും 0 വെക്ടർ ആവുക. അങ്ങനെയല്ലാത്ത മറ്റൊരു വഴിയില്ല. അതായത് മറ്റുള്ള വഴി എന്ന് പറഞ്ഞാൽ എന്താ, ഏതെങ്കിലും ഒരു സബ്സ്പേസിനെങ്കിലും ഒരു നോൺ 0 വെക്ടർ ഇവിടെ ഉൾപ്പെടുത്താൻ പറ്റുക. അങ്ങനെ പറ്റില്ല. നമുക്ക് ഈ സം 0 കിട്ടണോ, നമ്മൾ ഓരോ സബ്സ്പേസിനും എടുത്ത വെക്ടേഴ്സ് എല്ലാം എന്തായിരിക്കണം, 0 വെക്ടർ ആയിരിക്കണം. ഇനി നിങ്ങളിത് വായിച്ചാണല്ലോ, അത് പ്രകാരം ഈ 3 സബ്സ്പേസുകൾ ഇൻഡിപെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് അല്ലേ എന്ന് പറഞ്ഞു നോക്കൂ. ഞാൻ ഒരു എക്സാമ്പിൾ കൂടി തരും കേട്ടോ, അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി വരും. എന്നാലും ഞാൻ ഇപ്പോൾ ചോദിക്കട്ടെ, ഈ ഡെഫിനിഷൻ പ്രകാരം ഈ 3 സബ്സ്പേസുകളും ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലേ? ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം ഇവിടെ എന്താ പറഞ്ഞത്, W1 എക്സെട്ര WN ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളാവണമെങ്കിൽ എന്താ കണ്ടീഷൻ, ഈ ഓരോ സബ്സ്പേസുകളിൽ നിന്നും വെക്ടേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് 0 വെക്ടർ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത വെക്ടേഴ്സ് എല്ലാം 0 വെക്ടറാണ്. അങ്ങനെയല്ലാതെ മറ്റൊരു രീതിയില്ല എന്നാണ് ഇവിടെ കണ്ടീഷൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ 3 സബ്സ്പേസുകൾ എടുത്തു, ഇതിൻ്റെ അകത്തുനിന്ന് ആഡ് ചെയ്തിട്ട് 0 വെക്ടർ കിട്ടി. അപ്പോൾ നമുക്കെന്ത് മനസ്സിലായി, നമ്മളെടുത്ത വെക്ടേഴ്സ് എല്ലാം 0 വെക്ടറാണ്, മറ്റൊരു രീതിയിലും ഇല്ല അല്ലേ. ദിസ് സം = 0 ഇംപ്ലൈസ് ഈച്ച് WI = 0. അപ്പോഴാണ് ഈ സബ്സ്പേസുകളെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുക. ഇനി ഞാൻ ഇൻഡിപെൻഡൻ്റ് അല്ലാത്തൊരു സബ്സ്പേസിൻ്റെ എക്സാമ്പിൾ തരാം, അപ്പോൾ അത് കൂടുതൽ ക്ലിയർ ആവും. R3 തന്നെ തരാം, ഞാനത് വായിച്ചിട്ട്. ഇവിടെ ഞാൻ ഈ W3 മാറ്റി. W3 എന്ന് പറഞ്ഞാൽ R3-ലെ XY പ്ലെയിൻ. W1-ഉം W2 ഒക്കെ തന്നെ. ഇനി ഇതേ ചോദ്യം ഇവിടെ ചോദിക്കാം. ഈ 3 സബ്സ്പേസുകളിൽ നിന്നും ഓരോ വെക്ടേഴ്സ് വീതം എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് 0 വെക്ടർ കിട്ടാൻ എന്താ വഴി? നമുക്കറിയാം, ഈസി ആയിട്ട് എല്ലാം 0 വെക്ടർ ആയിട്ട് എടുത്താൽ മതി അല്ലേ. W1-ഉം W2-ഉം W3 ഒക്കെ ഈ 0 വെക്ടർ ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്താൽ 0 വെക്ടർ കിട്ടും. ഇനി അങ്ങനെയല്ല, ഈ ട്രിവിയൽ വേ അല്ലാതെ എല്ലാവരെയും 0 വെക്ടർ ആക്കാതെ ഏതെങ്കിലും ഒരു സബ്സ്പേസിൽ നിന്ന് ഒരു നോൺ 0 വെക്ടറെങ്കിലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സം = 0 കിട്ടാനുള്ള വഴിയുണ്ടോ? ഇവിടെ ആ ചോദ്യത്തിന് ഉത്തരമുണ്ട്. ദർ ആർ നോൺ ട്രിവിയൽ വേസ്. പോസ്റ്റ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇവിടെ ജസ്റ്റ് ഉത്തരം ചെയ്താൽ അവിടെ നോക്കൂ. ഈ W1 നിന്ന് 100 എടുത്തു, W2 നിന്ന് 010, W3 ഇതാ ഈ വെക്ടർ കൊടുക്കും അല്ലേ. ഇവിടെ ഈ നമുക്ക് നോൺ 0 വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ R3-ലെ 0 വെക്ടർ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ
നമുക്ക് ഈ ട്രിവിയൽ വേ അല്ലാതെ മറ്റൊരു വേയിലും നമുക്ക് ഈ സീറോ വെക്ടർ ഉണ്ടാക്കാൻ പറ്റും. സോ ദിസ് 3 സബ്സ്പേസസ് ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഈ സബ്സ്പേസുകളൊക്കെ ഡിപ്പെൻഡൻറ്റ് സബ്സ്പേസുകളാണ്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ ശരിക്കും മനസ്സിലായി തോന്നുന്നു. ഈ എന്തുകൊണ്ട് ഈ ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻ്റ് എന്നുള്ള പേര് ഈ സബ്സ്പേസുകളുടെ കേസിൽ വന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഗാമ മാത്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചെറുതായിട്ട് ചർച്ച ചെയ്യാം. ഇനി ഈ ഡെഫിനിഷൻ ഒക്കെ ഓക്കെ ആയല്ലോ, നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. ഇനി കുറച്ച് വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്പാൻ എന്താണെന്നൊക്കെ നമുക്കറിയാം. ഇനി നിങ്ങളത് പോസിറ്റ് ആലോചിച്ച് നോക്കുക, ഈ സ്പാൻ ഓഫ് വെക്ടേഴ്സും സം ഓഫ് സബ്സ്പേസസും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഞാൻ പറയാം, എന്നാലും നിങ്ങൾ പോസിറ്റ് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും കണക്ഷൻ അവർ തമ്മിലുണ്ടോ? ഉണ്ട്. കാരണം നമുക്കറിയാം സ്പാൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെക്ടേഴ്സിനെ എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസാണ്. അത് നമ്മൾ മനസ്സിലാക്കിയ നേരത്തെ. അതേപോലെ തന്നെ നമുക്ക് W1 എക്സെട്ര WN എന്ന് പറഞ്ഞിട്ട് n സബ്സ്പേസുകൾ തന്നു വിചാരിക്കുക. എന്നിട്ട് അതിൻ്റെ സം എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? ഈ സബ്സ്പേസുകളെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസ് അല്ലേ ഈ സം, അല്ലേ? അപ്പം സ്പാൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ വെക്ടേഴ്സിനെ എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസ്. ഇവിടെ സം ഓഫ് സബ്സ്പേസ് എന്നാൽ എന്താണ്? ഈ സബ്സ്പേസുകളെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസ്. അപ്പോൾ ആ ഒരു കാരണത്താൽ തന്നെ ഈ സം ഓഫ് സബ്സ്പേസുകളെ നമ്മൾ ഇങ്ങനെയും പറയും, ഈസ് കോൾഡ് ദ സബ്സ്പേസ് സ്പാൻഡ് ബൈ W1 എക്സെട്ര WN, അല്ലേ? അപ്പോൾ വെക്ടേഴ്സിൻ്റെ സ്പാനും സബ്സ്പേസുകളുടെ സമ്മും തമ്മിൽ ഈ ഒരു നല്ല ബന്ധമുണ്ട്, അത് മനസ്സിലാക്കുക. ഇനി അതേപോലെ തന്നെ വെക്ടേഴ്സിൻ്റെ ഇൻഡിപെൻഡൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സബ്സ്പേസുകളുടെ ഇൻഡിപെൻഡൻസ് മനസ്സിലാക്കി. അത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് പറയാതെ കഴിഞ്ഞിട്ട്. ഡൗട്ടൊന്നും ഇല്ല വിചാരിക്കും, നിങ്ങൾ ചോദിക്കട്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ലക്ഷ്യം ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സും ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാക്കലാണ്. പക്ഷേ ഇത് വായിക്കാനല്ലേ, ഞാൻ പറയാം. ഇവിടെ ശ്രദ്ധിക്കുക, അതായത് U1 എക്സെട്ര UN ആർ ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ വെക്ടേഴ്സിൻ്റെ സ്പാൻ്റെ അകത്തുള്ള ഏതൊരു വെക്ടർ V എടുത്തു കഴിഞ്ഞാലും ആ വിനെ ഈ U1 എക്സെട്ര UNൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് ഇന്ന യുണീക്ക് വേയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഈ വെക്ടേഴ്സിൻ്റെ സ്പാൻ്റെ അകത്ത് ഒരു വെക്ടർ V എടുത്തു കഴിഞ്ഞാൽ അതിനെന്തായാലും ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും, അതിലൊരു തർക്കമില്ല. പക്ഷേ നമ്മുടെ U1 എക്സെട്ര UN ഇൻഡിപെൻഡൻറ്റും കൂടെ ആണെങ്കിൽ ഈ വിനെ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് ഒറ്റ വേയിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, ഇല്ല യുണീക്ക് വേ. ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ്, ഞാൻ നേരത്തെ പ്രൂവ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇനി അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഓക്കെ, ഡൗട്ടൊന്നും എനിക്ക് ചോദിച്ചാൽ മതി. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾ സ്വന്തം ഒന്ന് വായിച്ച് നോക്കിയോളൂ, ഞാൻ വായിക്കാനായിട്ടില്ല. ഞാനിത് വായിച്ചിട്ട് ഇതിലേക്ക് വരാൻ വേണ്ട 1-2 എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് ഞാനത് വായിക്കാം. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പോസിറ്റ് വായിച്ച് നോക്കൂ, തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ. ഞാനത് വായിച്ചിട്ട് ഇതിന് 1-2 എക്സാമ്പിൾ കൂടെ ഇതിന് പറയട്ടെ. ഇവിടെ R3ൻ്റെ 3 സബ്സ്പേസുകൾ എഴുതിയിട്ടുണ്ട് ഞാൻ. W1 എന്ന് പറഞ്ഞാൽ XY പ്ലെയിൻ, W2 Z ആക്സിസ്, W3 X ആക്സിസ്. ഈ 3 സബ്സ്പേസുകളും ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് പോസിറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് 3 എണ്ണവും ഇൻഡിപെൻഡൻ്റ് അല്ല. ഓക്കെ, ഇനി ഈ 3 സബ്സ്പേസുകളുടെയും സ്പാൻ എടുത്തു, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു സം ഓഫ് സബ്സ്പേസുകളെ മുതൽ നമുക്ക് എന്ത് വിളിക്കാം? സ്പാൻ ഓഫ് സബ്സ്പേസുകൾ വിളിക്കാം. അപ്പം ഈ 3 സബ്സ്പേസുകളുടെയും സ്പാൻ്റെ അകത്തുള്ള ഒരു വെക്ടർ എടുത്തു ഞാൻ, 1 2 3. ഇത് 3 സ്പാൻ എന്താണ് വരിക? എൻ്റയർ R3 വരും. ഓക്കെ, നിങ്ങൾ പോസിറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഈ W1 + W2 + W3 ഇത് ഒരു വെക്ടർ 1 2 3 എടുത്തു. ആ 1 2 3 തന്നെ എന്താ ഈ 1 2 3 അപ്പം ഇവിടുന്ന് ഒരു വെക്ടർ പ്ലസ് ഇവിടുന്ന് ഒരു വെക്ടർ പ്ലസ് ഇവിടുന്ന് ഒരു വെക്ടർ ചെയ്താലോ? അങ്ങനെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു രീതിയിൽ, അല്ലേ? 1 2 0 W1-ലുണ്ട്, അല്ലേ? XY പ്ലെയിനുണ്ട്. 0 0 3 Z ആക്സിസിലുണ്ട്, അല്ലേ? 0 0 0 W3-ലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി. ഈ 1 2 3 ഇവിടുന്ന് ഓരോ വെക്ടേഴ്സിനെ സമ്മാക്കിയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാൻ പറ്റും. അങ്ങനത്തെ എലമെൻറ്റ്സ് W1 + W2 + W3 ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ ഇതേ 1 2 3 മറ്റൊരു രീതിയിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാൻ W1 എന്ന് എടുത്തത് XY പ്ലെയിൻ എടുത്തത് 0 2 0 ആണ്, അല്ലേ? നേരത്തെ 1 2 0 എടുത്തു, പക്ഷേ ഇപ്പോൾ ഞാൻ 0 2 0 എടുത്തു. നേരത്തെ 0 0 3 എടുത്തു, ഇപ്പോഴും ഞാൻ 0 0 3 തന്നെ എടുത്തത്. പക്ഷേ നേരത്തെ W3 0 0 0 എടുത്തപ്പം ഞാനിപ്പം 1 0 0 എടുത്തു. അപ്പം ഈ ഒരു 1 2 3 ഈ സമ്മ് എടുത്ത ഈ സ്പാൻ്റെ അകത്തിനെടുത്ത ഈ 1 2 3 ഞാൻ ഇവിടെ 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്തു. ആ സം ഓഫ് വെക്ടേഴ്സ് ഫ്രം ഈച്ച് സബ്സ്പേസസ്, അല്ലേ? ഇനിയാണ് ഈ റിസൾട്ടിൻ്റെ പ്രത്യേകത. ഇത് പറയുന്നത് ഇവിടെ ഇപ്പോൾ നമ്മളെടുത്ത സബ്സ്പേസുകളൊന്നും ഇൻഡിപെൻഡൻ്റ് അല്ല, പക്ഷേ നമ്മളെടുക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളാണെങ്കിൽ അതിൻ്റെ സ്പാൻ്റെ അകത്തുനിന്ന് ഒരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിനെങ്ങനെ 2 രീതിയിലൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, ഒരൊറ്റ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി റിസൾട്ടുകൾ വായിച്ചു നോക്കുക. If W1 etc. WN are independent, each vector in their span,
ഇതിൻ്റെ സ്പാൻ്റെ അകത്ത് ഇതിൻ്റെ സമ്മിൻ്റെ അകത്തുള്ള ഈച്ച് വെക്ടർ ഡബ്ല്യു എടുത്തു കഴിഞ്ഞാൽ ആ ഡബ്ല്യുവിനെ ഇങ്ങനെ ഈ ഓരോ സബ്സ്പേസുകളിലുള്ള വെക്ടേഴ്സിൻ്റെ സമ്മായിട്ട് യുണീക്ക് വേൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ അല്ലേ? ഒരു വേൽ എന്തായാലും എഴുതാൻ പറ്റും, വലിയ സംശയം ഉണ്ടോ? കാരണം എന്താ, ഈ സമ്മിൻ്റെ അകത്തുള്ള വെക്ടർ തന്നെ സമ്മിൻ്റെ അകത്ത് ആരാ വരിക? ഓരോ സബ്സ്പേസിൻ്റെ അകത്തു നിന്നും ഓരോ വെക്ടർ എടുക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക, അങ്ങനത്തെ ആഡ് ചെയ്ത് കിട്ടുന്ന വെക്ടേഴ്സിൻ്റെ കളക്ഷനാണ് ഈ സമ്മിൻ്റെ അകത്ത് വരിക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഡബ്ല്യു എടുത്തു കഴിഞ്ഞാൽ ആ ഡബ്ല്യു ഇങ്ങനത്തെ ഓരോ സബ്സ്പേസിൽ നിന്നും വെക്ടേഴ്സ് എടുത്ത വെക്ടേഴ്സിൻ്റെ സമ്മായിരിക്കും. അപ്പം ഒരു വേൽ എന്തായാലും എഴുതാൻ പറ്റും. പക്ഷേ ഇത് വളരെ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സബ്സ്പേസുകളെല്ലാം ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഒറ്റ വേൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, ഇങ്ങനെ രണ്ട് വേൽ ഉണ്ടാവില്ല. ക്ലിയർ ആണല്ലോ? നമുക്ക് തന്നെ ഇത് പ്രൂവ് ചെയ്യാം. പ്രൂഫ് വളരെ സിമ്പിളാണ്, ഞാൻ ഒറ്റയടിക്കൊന്നും പറഞ്ഞു തീർക്കാൻ പോവാണ്. ഇവിടെ ഞാൻ ചെയ്തത് ഈ ഡബ്ല്യുവിനെ ഈ സബ്സ്പേസുകളിൽ നിന്നെടുത്ത വെക്ടേഴ്സിൻ്റെ സമ്മായിട്ട് ഇങ്ങനെ രണ്ട് രീതിയിൽ എഴുതാൻ അസ്യൂം ചെയ്തു. ഒന്ന് പഴയ രീതി തന്നെ W1 പ്ലസ് എക്സെട്രാ പ്ലസ് W1, മറ്റൊന്ന് W1 ഡാഷ് പ്ലസ് എക്സെട്രാ പ്ലസ് W1 ഡാഷ്. പോസ് ചെയ്തിട്ട് ഇതൊക്കെ വായിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എനിക്കിത് സബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയാലോ, W1 മൈനസ് W1 ഡാഷ് പ്ലസ് എക്സെട്രാ പ്ലസ് W1 മൈനസ് W1 ഡാഷ് ഈക്വൽ ടു 0 എന്ന് പറയാലോ. ക്ലിയർ? ഇനി ഇവിടെ നോക്കൂ, ഈ W1ഉം W1 ഡാഷും ഒക്കെ എവിടെ നിന്നെടുത്താണ്? ക്യാപിറ്റൽ W1 നിന്നെടുത്താണ്. അപ്പം ഈ ഡിഫറൻസ് എവിടെ വരും? ക്യാപിറ്റൽ W1ൽ വരും. എക്സെട്രാ W1ഉം W1 ഡാഷും ഒക്കെ ഇവിടെ നിർത്താണ്? ക്യാപിറ്റൽ W1ൽ നിർത്താണ്. അപ്പം ഈ ഡിഫറൻസ് എവിടെ വരും? ക്യാപിറ്റൽ W1ൽ വരും. ക്ലിയർ അല്ലേ? പോസിറ്റീവ് മനസ്സിലാക്കി കേട്ടോ. ഇനി നോക്കൂ, അപ്പോൾ നമ്മൾ ഈ വരി മനസ്സിലാക്കിയാൽ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? നമ്മൾ ചെയ്തത് ഈ W1 മുതൽ W1 വരെയുള്ള സബ്സ്പേസുകളിൽ നിന്നും വെക്ടേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് 0 വെക്ടർ ഉണ്ടാക്കിയതാണ് അല്ലേ? ഇതല്ലേ ചെയ്തത് ആണ്. ഇനി നോക്കുക, ഈ W1 എക്സെട്രാ W1 എന്താണ്? ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളാണ്. ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളുടെ ഡെഫിനിഷൻ ഒന്നുകൂടി എടുത്തു നോക്കൂ, നമുക്ക് മനസ്സിലാവും. ഈ സബ്സ്പേസുകളിൽ നിന്നും വെക്ടേഴ്സ് എടുത്തിട്ട് 0 വെക്ടർ ഉണ്ടാക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഏതാണ് ആ വഴി? എല്ലാ സബ്സ്പേസിനും 0 വെക്ടർ എടുത്തോണ്ട് മാത്രം. അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഈ സബ്സ്പേസുകളിൽ നിന്നും വെക്ടേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് 0 വെക്ടർ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ എടുത്ത വെക്ടേഴ്സൊക്കെ എന്തായിരിക്കണം? 0 വെക്ടർ ആയിരിക്കണം. കാരണം ഇതൊക്കെ ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളാണ്. സോ അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് ചെയ്താൽ W1 മൈനസ് W1 ഡാഷ് അപ്പോൾ 0 ആയേ പറ്റുള്ളൂ. എക്സെട്രാ W1 മൈനസ് W1 ഡാഷും 0 ആയേ പറ്റുള്ളൂ. കാരണം ഈ വെക്ടേഴ്സൊക്കെ ഈ ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസുകളിൽ നിന്നെടുത്തതാണ്. അതിൻ്റെ സമ്മ് 0 കിട്ടണമെങ്കിൽ എടുത്ത വെക്ടേഴ്സൊക്കെ 0 ആയേ പറ്റുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് ഇങ്ങനെ ചെയ്താലോ, W1 ഈക്വൽ W1 ഡാഷ് എക്സെട്രാ W1 ഈസ് ഈക്വൽ W1 ഡാഷ് ചെയ്താലോ. അപ്പം ഞാൻ ഇവിടെ രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ അസ്യൂം ചെയ്തെങ്കിലും അവസാനം നമുക്ക് എന്ത് കിട്ടി? ഈ W1 ഈക്വൽ W1 ഡാഷ് എന്നാണ്, എക്സെട്രാ W1 ഈക്വൽ W1 ഡാഷ് എന്നാണ്. സോ ദർ ഈസ് നോ അതർ വേ, ഒറ്റ വേയിൽ മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ W നെ അല്ലേ? ടേക്കിംഗ് വെക്ടേഴ്സ് ഫ്രം ഈച്ച് WI, ഒറ്റ വേയിൽ മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. യുണീക്ക് റെപ്രസെൻറ്റേഷൻ ഓൺലി. നൈസ്. ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്, കാരണം വീഡിയോ ലെങ്തി ആയി പോകുന്നുണ്ട്. നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. എന്തായിരുന്നു ലക്ഷ്യം? ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് എക്സെട്രാ പ്ലസ് W1 ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് എക്സെട്രാ പ്ലസ് ഡയമെൻഷൻ ഓഫ് W1 എപ്പോഴാണ് ആവുക, അത് എപ്പോഴാണ് ഈക്വൽ ആവുക എന്നുള്ള ചോദ്യമാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ലെങ്തി ആയി പോകും. ഓക്കെ, ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, വീണ്ടും പറയാം കേട്ടോ.